ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തർക്കത്തിൽ അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെ ശ്വേത ആത്മാർത്ഥമായി നിലകൊള്ളുമോ എന്ന് സംവിധായകൻ വിനയൻ. ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മയിലെ ആരും പിന്തുണച്ച് കണ്ടിട്ടില്ല. അന്വേഷണം പുനരാരംഭിക്കാൻ സർക്കാരോട് ആവശ്യപ്പെടുമോ എന്നും വിനയൻ ചോദിച്ചു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഈ വിഷയത്തിൽ ഇപ്പോൾ വിനയന്റെ പ്രതികരണം ഒരുപക്ഷെ ആദ്യമായിരിക്കാം. ഇന്നലെ ശ്വേതാ മേനോൻ പറഞ്ഞത് നേരത്തെ ഈ ആരോപണ വിധേയരായ ആരും താനുള്ള കാലത്തോളം തലപ്പത്ത് വരില്ല എന്നുള്ളതാണ്. അതിന് മലാപാർവതിയുടെ മറുപടിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ വിനയൻ പറഞ്ഞു വെക്കുന്ന എന്താണ് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ശ്വേതാ മേനോനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ പറയുന്നത്, കഴിഞ്ഞ ദിവസം പോരാട്ടത്തെ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണം നേരിടുന്ന പവർ ഗ്രൂപ്പിനോട് താൻ ഇവിടെ ഉള്ളിടത്തോളം അവർ അമ്മയുടെ തലപ്പത്തേക്ക് വരില്ല, ഈ പവർ ഗ്രൂപ്പിലുള്ളവർ അമ്മയുടെ തലപ്പത്തേക്ക് വരില്ല എന്നായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു നിലപാട് ശ്വേതാ മേനോൻ എടുക്കുന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്നാണ് ആദ്യം വിനയൻ പറയുന്നത്. അതിനുശേഷം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അമ്മയിൽ വന്നതിന് ശേഷം ഈ ഹേമ കമ്മിറ്റിയെ പിന്തുണച്ച് ആരും തന്നെ രംഗത്ത് വന്നതായി കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റിയിലെ ചില പേജുകൾ 141 മുതൽ 44 വരെയുള്ള പേജുകളിലാണ് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശമൊക്കെ ഉള്ളത്? അതെന്തുകൊണ്ട് പുറത്തുവിടണമെന്ന് അമ്മ സംഘടനയിലുള്ള ആളുകളോ ശ്വേതാ മേനോനോ ചോദിക്കുന്നില്ല എന്നുകൂടിയാണ് പറയുന്നത്. ഒപ്പം ഇത് പറയുന്നത് ഈ പവർ ഗ്രൂപ്പിനെ തലപ്പത്തേക്ക് വരില്ല എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം ശ്വേതാ മേനോൻ ഉന്നയിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ പേജുകളിൽ പറയുന്ന പവർ ഗ്രൂപ്പുകൾ ആരൊക്കെയാണെന്ന് പുറത്ത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുകൂടിയാണ് വിനയൻ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ 12 വർഷം സിനിമയിലെ തന്റെ കരിയറും ബ്ലോക്ക് ചെയ്തതും മഹാനടൻ തിലകൻ ചേട്ടനെ ഉൾപ്പെടെ വിലക്കിയതും സിനിമയിലെ ഇതേ പവർ ഗ്രൂപ്പ് തന്നെയാണ്. അവരുടെ പേരുകൾ പരാമർശിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പറയാൻ ശ്വേതയ്ക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ തന്നെയാണ് ഈ വിനയൻ ചോദിക്കുന്നത്. അതിന്റെ നടപടികൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള നടപടികളൊക്കെ തടഞ്ഞതും ഈ പവർ ഗ്രൂപ്പും അതോടൊപ്പം തന്നെയുള്ള സംഘടനയിലെ തന്നെ ആളുകൾ തന്നെയല്ലേ എന്നുകൂടിയാണ് വിനയൻ ചോദിച്ചു വെക്കുന്നത്. ശരി രഞ്ജിത്ത്, നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.